ശ്രീ പുഷ്പക ബ്രാഹ്മണ സഭാ സംഘം കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കലാകായിക രംഗത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സംഘടനയുടെ ശക്തമായ ഉപഘടകങ്ങളിലൊന്നായ കേന്ദ്ര യുവതി അണിയിച്ചൊരുക്കുന്ന യുവജന സംഘം സർഗോദയം 2.0 എന്ന പേരിൽ നാമകരണം ചെയ്തിട്ടുള്ള ഏറ്റവും ദൃശ്യ ശ്രവണ സുന്ദരമായ യുവജനോത്സവത്തിന്റെ കേളിക്കുട്ടനെ പയ്യന്നൂരായ അഥവാ സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്ഥലമെന്നർത്ഥമുള്ള നമ്മുടെ പയ്യന്നൂരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാഴികക്കല്ലായ സത്യാഗ്രഹത്തിന് വേദിയായ നമ്മുടെ പയ്യന്നൂരിൽ, അങ്ങനെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ പയ്യന്നൂരിലെ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വരുന്ന മെയ് 23, 24 തീയതികളിൽ അരങ്ങുകൾ ഉണരുകയാണല്ലോ. കലയുടെ വശ്യമായ ഈ മാമാങ്കത്തിന് കേന്ദ്ര കലാകായിക ഉപസമിതിയുടെ ഊഷ്മളമായ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ ചാലക്കുടിയിൽ അരങ്ങേറിയ സർഗോദയത്തിന്റെ 1-ാം പതിപ്പ് യുവാക്കൾ ഉണ്ടാക്കിയ നിലയ്ക്കാത്ത അരയടികൾ ഇപ്പോഴും പ്രസക്തമാണ്. ഏത് സംഘടനയുടെയും മറ്റാത്ത ശക്തി സ്രോതസ്സാണല്ലോ അതിന്റെ യുവജന സമ്പത്ത്. യുവജന ശാക്തീകരണത്തിനും അവരുടെ നേതൃത്വ പാഠവും നമ്മുടെ സംഘടനയുടെ മുഖ്യധാരയിലേക്ക് തിരിച്ചുവിടുന്നതിനും കലാകായിക മാധ്യമങ്ങൾക്കുള്ള പങ്ക് ഏറെ വലുതാണല്ലോ. PPL പോലുള്ള ക്രിക്കറ്റ് മത്സരങ്ങളും സർഗോദയങ്ങളും ഇതെല്ലാം വിളിച്ചോതുന്നു. അതുകൊണ്ട് തന്നെ സർഗോദയം 2.0 വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും അനിവാര്യമായ കർത്തവ്യമാണ്, ഉത്തരവാദിത്വമാണ്. മെയ് 23, 24 തീയതികളിൽ നടക്കുന്ന കേന്ദ്ര യുവതിയുടെ സർഗോദയം 2.0 സാന്നിധ്യം കൊണ്ടും എല്ലാവിധ സഹായ സഹകരണങ്ങളെ കൊണ്ടും സമ്പന്നവും സാർത്ഥകവുമാക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കട്ടെ. നന്ദിപൂർവ്വം, ഡോക്ടർ ആർ മുരളീധരൻ, കേന്ദ്ര കലാകായിക ഉപസമിതി ചെയർമാൻ. നന്ദി, നമസ്കാരം.